ഹലോ, എല്ലാവർക്കും നമസ്കാരം. മൗനരാഗം സീരിയലിന്റെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സരയു എഴുന്നേറ്റ് കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെന്നും പറഞ്ഞ് ശാരിയാണെങ്കിലോ ബഗാസുറിന്റെ മെക്കിട്ട് ചെല്ലുക. നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്തത്. എന്നാലും നമ്മുടെ മോള് ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അവളോട് നമ്മൾ എന്ത് സമാധാനം പറയാൻ പോകുന്നത്, ആലോചിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ശാരി ബഹളം വെക്കുക. ആ സമയമാണ് തൻ്റെ പുന്നാര സഹോദരിയെ കുറിച്ചിട്ട് ബഗാസുരൻ പറയുന്നത്. അതെ, നിങ്ങൾ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? നിങ്ങൾ കരുതിയിരിക്കുന്നത് നിങ്ങളുടെ പെങ്ങള് നിങ്ങളുടെ സൈഡ് ചേർന്നിട്ട് സേനനെ കൊല്ലാനുള്ള പദ്ധതികൾ മെനയാണെന്നാണോ? അങ്ങനെയാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി മനുഷ്യ. ലോകമണ്ടൻ നിങ്ങളാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശാരി ബഗാസുരനെ പൊട്ടനെന്നും മണ്ടനെന്നും ഒക്കെ വിളിക്കാൻ തുടങ്ങി. നീ എന്താ ശാരി ഇങ്ങനെ തുടങ്ങുന്നത്? നീ കുറെ നാളായി ഇപ്പൊ എന്നെ അധിക്ഷേപിച്ച മുന്നോട്ട് പോകുന്നത്. അതേടോ, അധിക്ഷേപിക്കും തന്നെ. താൻ അത് രീതിയിലുള്ള കാര്യങ്ങളല്ലേ ചെയ്തു വെച്ചിരിക്കുന്നത്. എത്രയൊക്കെ വന്നാലും തനിക്ക് തൻ്റെ സഹോദരിയെ നല്ല വിശ്വാസമാണല്ലോ. അവൾ എന്താ ചെയ്തു കൂട്ടുന്നതെന്ന് അത് മനസ്സിലാക്കിയതിന് ശേഷമാണോ ഞാനിവിടെ ഇങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ സേനനും രൂപയും തമ്മിൽ ആത്മാർത്ഥമായ സ്നേഹമാണെന്നൊക്കെ ബഗാസുരനെ പറഞ്ഞു ധരിപ്പിക്കുകയാണ് ശാരി. അടുത്ത പണി നമ്മുടെ രൂപയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ദുഷ്ടൻ ഇങ്ങനെ മെനഞ്ഞെടുക്കുന്ന സമയമാണെങ്കിലോ നമ്മുടെ സരയു ഉറക്കം ഉണർന്നു. സരയു കുഞ്ഞിനെ തപ്പുക. നോക്കുന്ന സമയത്താണെങ്കിലോ കുഞ്ഞിനെ കാണുന്നില്ല. അയ്യോ, ഞാൻ തൊട്ടിയിലാണല്ലോ കുഞ്ഞിനെ കിടത്തിയത്. മോള് ഇനി അമ്മയെങ്ങാനും എടുത്തുകൊണ്ട് പോയോ എന്ന് ആലോചിച്ചുകൊണ്ട് നമ്മുടെ സരയു താഴത്തേക്ക് വരിക. ആ സമയം അച്ഛനും അമ്മയും ചേർന്ന് ഹാളിൽ ഇങ്ങനെ ഇരിക്കുന്നു. അവളാണെങ്കിലോ, അച്ഛാ അമ്മേ, എൻ്റെ കുഞ്ഞിനെ കണ്ടോ നിങ്ങൾ? എൻ്റെ കുഞ്ഞ് റൂമിലില്ലല്ലോ, മനുവേട്ടനെങ്ങാനും വന്നായിരുന്നു എന്ന് ചോദിക്കുക. ഇവരുടെ രണ്ടുപേരുടെയും കയ്യിൽ കുഞ്ഞില്ലാത്തത് കൊണ്ട് തന്നെ ഇനി മനോഹരനെങ്ങാനും കുഞ്ഞിനെ എടുത്തതായിരിക്കുമെന്ന് കരുതി അവൾ അവിടെ മുഴുവനും മനുവിനെ തിരയുക. ഈ സമയമാണ് പുറത്ത് പോയിട്ട് മടങ്ങി വരുന്ന മനുവിനെ കാണിക്കുന്നത്. അങ്ങനെ മനു വന്നു. അതിനുശേഷം കുഞ്ഞിനെ കാണാനില്ല മനുവേട്ടാന്നും പറഞ്ഞ് മനുവിൻ്റെ അടുത്ത് പോയി സംസാരിക്കുക നമ്മുടെ സരയു. അച്ഛനും അമ്മയും എന്തൊക്കെയോ കാര്യങ്ങൾ തന്നിൽ നിന്ന് മറയ്ക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സരയു ദേഷ്യത്തോടു കൂടി അവരുടെ ഒക്കെ മുന്നിൽ ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് അവൾക്കാണെങ്കിലോ കുഞ്ഞ് എവിടെ പോയി, എന്ത് പറ്റിയെന്നൊന്നും അറിയാണ്ട് മൊത്തത്തിലൊരു ബോധക്ഷയം ഉണ്ടാകുക. അങ്ങനെ വിഷമിച്ച് തളർന്നിരിക്കുന്ന നമ്മുടെ സരയുവിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് മനു പറ്റെ തന്നെയുണ്ട്. മനു ബഗാസുരനെയും ശാരിയെയും രൂക്ഷമായി നോക്കി. അതിനുശേഷമാണെങ്കിലോ ഇവറ്റകൾ എന്തോ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഞാൻ ആ മോളെ സ്നേഹിച്ചു തുടങ്ങിയതായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മനുവും ടെൻഷൻ അടിച്ച് കുഞ്ഞിനെ തപ്പാൻ ഇറങ്ങുന്നു. അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണെങ്കിലും നമ്മളെ കാണിക്കുന്നത് നമ്മുടെ പ്രകാശന്റെ വീട്ടിലാണ്. അങ്ങനെ KS പ്രകാശൻ തോറ്റു പോകുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ പ്രകാശന് നല്ല സങ്കടം വരിക. ഇനി എങ്ങനെയാ ഞാൻ ആ കാർത്തികയുടെ അമ്മയെ വിവാഹം കഴിക്കുന്നത്? രാജപ്പൻ എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ. രാജപ്പനും എൻ്റെ നേരെ ഭീഷണിയുമായിട്ട് വരിക. എടാ പൊന്നുമോനെ വിക്രമേ, ഞാൻ നീ എന്താടാ ചെയ്യാന്നും പറഞ്ഞ് വിക്രത്തിന്റെ അടുത്ത് പോയി പുള്ളിക്കാരൻ സംസാരിക്കുക. അച്ഛാ, ഇനിയിപ്പോൾ ഞാൻ ആലോചിച്ചിട്ട് മറ്റു മാർഗങ്ങളൊന്നുമില്ല. കാർത്തിക ചേച്ചിയോട് മുത്തശ്ശി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അച്ഛൻ ആ സ്ത്രീയോട് എന്തെങ്കിലും ഒരു കോംപ്രമൈസ് സംസാരിക്കുന്നതായിരിക്കും നല്ലത്. മോനേടാ, ഞാൻ എങ്ങനെയാ കാർത്തികയും അവളുടെ അമ്മയോടും ഒക്കെ സംസാരിക്കുന്നത്? എനിക്ക് കാർത്തിക മോളെ ഫേസ് ചെയ്യാനുള്ള ധൈര്യം പോലും ഇപ്പം ഇല്ല എന്നൊക്കെ പറഞ്ഞ് പ്രകാശം മടിച്ചു നിൽക്കുക. അങ്ങനെ ഇവർ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന സ്ഥലത്തേക്ക് നമ്മുടെ കാർത്തിക വരിക. അവള് വന്ന പാടെ തന്നെ അച്ഛൻ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ആ സ്ത്രീ അച്ഛനെതിരെ അവിടെ കള്ളക്കേസ് പറഞ്ഞതല്ലേ, അത് നമുക്ക് പൊളിച്ചെടുക്കാം. ഇനി ആ കേസ് എങ്ങാനും അവർ വിജയിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് വില കൊടുത്തിട്ടും ആ കേസ് ഒതുക്കി തീർക്കാം. അതിനുള്ള കാര്യങ്ങളൊക്കെ ഈ കാർത്തിക ചെയ്യാന്ന് പറഞ്ഞു. മോളെ, ഞാൻ എന്ത് ചെയ്യാനാടി? അവളോട് കോംപ്രമൈസിന് സംസാരിച്ചു കഴിഞ്ഞാൽ അവൾ അതിനൊന്നും വഴങ്ങുമെന്ന് തോന്നുന്നില്ല. പിന്നെ അറിയാലോ, കിരണും കല്യാണിയും കൂടി ചേർന്നിട്ടാ അവളെ ഇങ്ങോട്ട് ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവള് പെട്ടെന്നൊന്നും മടങ്ങിപ്പോകുന്ന ലക്ഷണമൊന്നും ഇല്ല. അച്ഛൻ എന്തായാലും ഒന്ന് സമാധാനപ്പെട്. ആ സ്ത്രീ എവിടെയാ താമസിക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കും. ഒരു കാര്യം ചെയ്യ്, അച്ഛൻ അവരെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്പറൊക്കെ തപ്പിപ്പിടിച്ച് നമ്മുടെ ലക്ഷ്മി അമ്മയെ വിളിച്ച് പ്രകാശൻ സംസാരിക്കുക. എനിക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളെ കാണണമെന്ന് പറഞ്ഞ് കാർത്തികയും കൂട്ടിയിട്ട് ലക്ഷ്മി അമ്മ താമസിക്കുന്ന ആ ഒരു ഹോട്ടലിലേക്ക് ചെല്ലുന്ന പ്രകാശനെ ലക്ഷ്മി നല്ല രീതിയിലൊക്കെ തന്നെ സ്വീകരിച്ചു. അതിനുശേഷം കാർത്തികയോട് എന്തിനാ ഇപ്പം നിങ്ങൾ ഇയാളെയും കൂട്ടിയിട്ട് എന്നെ കാണാൻ വേണ്ടിയിട്ട് വന്നത്? അതെ, നിങ്ങൾ ഇത്രയും വർഷം വരാതിരുന്നിട്ട് ഇപ്പം വന്നത് ഇദ്ദേഹത്തിൻ്റെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ടല്ലേ?
ഇദ്ദേഹത്തിന്റെ ജീവിതം നിങ്ങൾ തകർക്കുന്നതിനോടൊപ്പം എൻ്റെ അമ്മയുടെ സ്വപ്നങ്ങൾ കൂടിയാണ് ഇല്ലാണ്ടാവുന്നത്. എൻ്റെ അച്ഛൻ മരിച്ചിട്ട് വർഷങ്ങളായി. അതിനുശേഷമാണ് എൻ്റെ അമ്മ ഒരാളെ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ അമ്മയുടെ സന്തോഷം എനിക്ക് വലുതാണെന്നൊക്കെ പറഞ്ഞ് കാർത്തികത നമ്മുടെ ലക്ഷ്മി അമ്മയോട് എത്ര രൂപ വേണമെങ്കിലും തരാം, നിങ്ങൾ ഈ കേസ് പിൻവലിക്കണമെന്ന് അങ്ങോട്ട് ചോദിക്കുക. നിങ്ങൾ അത്രയും വലിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഒരു 5 കോടി രൂപ എനിക്ക് താ, അതിനുശേഷം ഞാൻ തീരുമാനിക്കാം കേസ് പിൻവലിക്കണോ വേണ്ടയോ എന്ന്. 5 കോടി തരുകയാണെങ്കിൽ ദേ ഈ കേസിൽ നിന്ന് ഇവനെ ഞാൻ രക്ഷപ്പെടുത്തി തരാമെന്ന് ലക്ഷ്മി അമ്മ നമ്മുടെ പ്രകാശനും കാർത്തികയ്ക്കും വാക്ക് കൊടുക്കുക. അങ്ങനെ നമ്മുടെ പ്രകാശൻ 5 കോടി എന്നൊക്കെ കേൾക്കുമ്പോൾ പ്രകാശന്റെ തല പെരുക്കുകയാണ്. ദൈവമേ, 5 കോടിയോ? എങ്ങാണ്ട് കിടന്ന് ഈ ഒരുമ്പെട്ടവൾക്ക് 5 കോടി രൂപ താൻ കൊടുക്കണമെന്നൊക്കെ ആലോചിച്ച് വിഷമിച്ച് നിൽക്കുന്ന പ്രകാശനും അതുപോലെ അമ്മയും മോളും കൂടി ചേർന്ന് പ്രകാശനെ പറ്റിക്കുന്നതും ഒക്കെയാണ് ഇനി വരുന്ന വിശേഷത്തിലുള്ളത്. അത് മാത്രമല്ല കേട്ടോ, നമ്മുടെ സരയു ദാ അച്ഛനെയും അമ്മയും കൈയോടുകൂടി പൊക്കാനൊക്കെ പോവാ. കിരൺ എന്തായാലും ഈ CCTV ഫുട്ടേജൊക്കെ വഴി നമ്മുടെ സരയുടെ കുഞ്ഞിനെ ആരാണ് കൊണ്ടുപോയതെന്നൊക്കെ അറിയാനുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ നാളത്തെ വിശേഷത്തിലുണ്ട്. അപ്പൊ കാത്തിരുന്ന് കാണാം. എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു, ഗുഡ് നൈറ്റ്.